ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവൻ കിടന്നങ്ങ് എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. എടാ കമലു. ആ അല്ല കമല. ഇപ്പൊ നമുക്ക് ഇതിവിടെ പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ ശ്രീരഞ്ജിനി IPSന്റെ കണ്ണുകളെ ഇപ്പൊ ഉറ്റുനോയിക്കൊണ്ടിരിക്കുന്നത് ഉപേന്ദ്രനെ വാടകൊണ്ടേന്നും അല്ല, ഈ ചന്ദ്രബോസിനെ മാത്രമാണ്. എടി എന്നെ ഒതുക്കി മാറ്റി നിർത്തി സർവീസ് ചെയ്ത് കളയാനുള്ള എല്ലാ നീക്കങ്ങളും അണിയറയെ നടക്കുന്നുണ്ട്. അതിന്റെ പിന്നിലെ കൈകളും എനിക്കറിയാം. അതുകൊണ്ട് മാറി നിന്ന് തൽക്കാലം ആട്ടം കാണാനേ നമുക്ക് സാധിക്കും. ഡേവിഡ് മാർട്ടിൻ അവൻ കളിക്കട്ടെ, അവന്റെ മുന്നിൽ നിന്ന് ഉപേന്ദ്രനും കളിക്കട്ടെ. എടി നമുക്കിങ്ങനെ മാറി നിന്ന് അവർക്കുള്ള സഹായം എന്താണെന്ന് വെച്ചാൽ ചെയ്തും കൊടുക്കാം. എടി ഒരു കഥയുണ്ട്, ഈ മുട്ടനാടുകളെ തമ്മിലെടുപ്പിച്ച് ചോര കുടിക്കാൻ നിന്ന കള്ളക്കുറുക്കന്റെ കഥ. തൽക്കാലം നമുക്കിപ്പോ ഇവിടെ ആ റോളേ ചേരും. ആര് വീണാലും ചരിഞ്ഞാലും നമുക്ക് ചോര മതി, ചോര മാത്രം. അത് ശരി, ബ്രോക്കർ ഏട്ടനായിരുന്നോ? ചൂലൊക്കെ കണ്ടപ്പോ ഞാൻ കരുതി അടിച്ചു വരാൻ വരുന്ന ആരോ ആണെന്ന്. മുറിയൊക്കെ ഞാൻ അടിച്ചു വാരി ക്ലീൻ ചെയ്തിട്ടിരിക്കുക. അടിച്ചു വാരാൻ വന്നതാ. ദേ എന്നെ കൊണ്ടൊന്നും പറയക്കരുത്. സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ വേണ്ടി വന്നതാ. അതിനിത്ര ചൂടാകാൻ എന്തിരിക്കുന്നു? ബ്രോക്കർമാരെല്ലാരും ഇങ്ങനാണോ? അതെ, എനിക്കൊരു പേരുണ്ട്, കമലൻ. അങ്ങനെ വിളിക്കാൻ പറ്റണേ വിളിച്ചാ മതി. അതെ കമലു, ഞാൻ സഹായിക്കണോ? അയ്യോ വേണ്ടായേ, സഹായിക്കണം എന്ന് പറഞ്ഞ് കൂടെ കൂടിയ ഈ സഹായിച്ചു തരുമ്പോൾ ഞാൻ സഹിക്കണമല്ലോ. എന്താടാ കൊച്ചിന്റെ പൊങ്ങനെ വീർത്തിരിക്കണ? എന്താണ് രണ്ടുപേരും വീണ് വഴക്കായ? ഒന്ന് പറയണ്ട എന്റെ ആശാനെ, ഒന്ന് പെട്ടുപോയില്ലേ? അതൊന്നുമല്ല വിഷ്ണു ഏട്ടാ, ഇതൊക്കെ എടുത്തു വെക്കാൻ സഹായിക്കണോന്ന് ചോദിച്ചതാ. അപ്പൊ ഈ കമലു വല്ലാതെ അങ്ങ് ചൂടാകുക. ആര്? കമലു? എന്റെ ശാലിനി ചേച്ചി. ബ്രോക്കറേന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വിളിക്കാൻ പറഞ്ഞ പേര് കമലൻ എന്ന്. ഇപ്പോഴത്തെ കാലത്ത് ആർക്കെങ്കിലും ഇങ്ങനൊരു പേരുണ്ടാവോ? ഇല്ലല്ലോ. അതാ ഞാൻ പേരൊന്ന് പരിഷ്കരിച്ച് കമലുന്നാക്കിയത്. എന്തായാലും സഹായിക്കാൻ തയ്യാറായി വന്നിട്ട് ജയശ്രീ നിരാശയാക്കി വിടാൻ എനിക്കെന്തായാലും ഉദ്ദേശമില്ല. വിഷ്ണുട്ടാ എന്തു പറയുന്നു? എന്തായാലും ഇതെല്ലാം നമുക്ക് വീടിനകത്തോണ്ട് വെക്കണം. അപ്പൊ പിന്നെ ജയശ്രീയും കൂടിക്കോട്ടെ. അപ്പൊ പിന്നെ ജയശ്രീക്ക് നമ്മളെ സഹായിച്ചു എന്നായി, നമുക്കൊരു സഹായമായി. എന്നാ പിന്നെ അത് പിടിച്ചോ. വേഗം കൊണ്ടുവച്ചോ, എന്നാലും അടുത്ത സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറ്റൂ. ഇതെന്തിനാശാനെ മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നേ? ഇത് ഞാൻ ഒറ്റക്കെടുത്ത് വെക്കില്ലേ? അത് ശരി, എന്നാ പിന്നെ നീ ആ ഗ്യാസ് കൂട്ടിയെടുത്തോ. നല്ല വെയിറ്റ് ഉണ്ട്, പൊക്കോ. എന്തേ? അല്ല അത് പിന്നെ തോളിന് ചെറിയൊരു ഏനക്കേട്. ശാലിനി ചേച്ചി വാ. വെറുതെ കണ്ട അതെങ്കിലും ഒന്ന് പിടിച്ചേക്ക്. നിന്റെ കളിയുണ്ടല്ലോ. അതേ നിന്റെ തോളലിനല്ല കേട്, ഒരൊറ്റ അലക്കറങ്ങണ്ടല്ലോ. എന്നെ കൊണ്ടൊന്ന് പറയണ്ട, ഞാൻ അത്ര മണ്ടനൊന്നുമല്ല കേട്ടാ. ഇതൊക്കെ കണ്ട എനിക്ക് മനസ്സിലാവും. എന്നാ പിന്നെ വേറെ എടുക്കാല്ലേ?
ആ ചെല്ലി. അല്ല ആശനെ ഗ്യാസ് കുറ്റി ഒറ്റയ്ക്ക് വെക്കുവോ? പിന്നെ പൊക്കാതെ ഇത് ഇവിടെ വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്തേലും ഞാൻ പോണ്ടേ? അത് ആ വേണം. എന്നത് എടുത്ത് വെക്കണം. എടുത്തോണ്ട് വേടാ. ആ നീ ആ ചാക്കന്നെ എടുത്തോ. കോമഡി അടിച്ച് നിൽക്കുക. എന്റെ അമ്മേ. പാത്രങ്ങളും ഫ്രിഡ്ജും ഒക്കെ നേരത്തെ സെറ്റ് ചെയ്താൽ നന്നായി. ഒരു വീട് മാറുക എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ലല്ലോ ജയശ്രീ. എന്തായടാ കൊറേ നേരമായാലോ കണക്ഷൻ കൊടുക്കണു. ദേ അടുപ്പ് റെഡി. ഇനി എന്തെങ്കിലും വെച്ചുണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിയാ മതി. ഹാ, ഈ ഓണം കേരാ മൂലയിൽ മനുഷ്യർക്ക് ഉപകരിക്കുന്ന കടകൾ വല്ലതും കാണുവോ ആവോ? ചേച്ചി ഞാനിപ്പോ വരാം. വീട്ടുടമസ്ഥയ്ക്ക് ഞാൻ പറഞ്ഞ അത്ര പിടിച്ചില്ലാന്ന് തോന്നുന്നു. ഹ, പിടിച്ചില്ലെങ്കിൽ അങ്ങ് പോട്ടെന്ന്. പിന്നെ കുറെ നേരമായി അവളുടെ ചാണം. അതല്ല കാണാൻ കൊള്ളാവുന്നതാണെങ്കിൽ അതുകൊണ്ടാണെന്ന് വെക്കാം. ഇത് ചുമ്മാ. അതെ അതെ. ഹലോ ഹലോ, ഞങ്ങളെ വല്ലാണ്ടങ്ങ് പൊട്ടന്മാരാക്കല്ലേ കേട്ടാ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് വന്നേ. അല്ല ശല്ലി. ഓ അവൻ കിടന്നങ്ങ്. എനിക്ക് ഇവരുടെ രണ്ടുപേരുടെയും പെരുമാറ്റം കണ്ടിട്ട് എന്തൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. ഹാ, എടാ കമലു. ആ അല്ല കമല. ഞങ്ങളുവേ ഇങ്ങനെ തന്നെ പ്രണയിച്ചത്. അവള് നല്ല കുട്ടിയാ. നീയായിട്ട് അവളുടെ ഭാവി കളയാതിരുന്നാ മതി. അല്ല നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിൽ പോലും തോന്നാത്ത കാര്യങ്ങളെ പറയുന്നേ. ആശനതെ ചുമ്മാ ഒന്നും പറയല്ലേ കേട്ടോ. കഷ്ടോ? നിങ്ങൾ രണ്ടോളം എന്നെ അങ്ങനെയാണോ കരുതിയിരിക്കുന്നേ? കേട്ടാ ഒറ്റ നാണം കണ്ടേ. ശരി ശരി, ഞങ്ങൾ രണ്ടുപേരും ഇപ്പത് വിശ്വസിക്കാം. അതേ കുറച്ചു കഴിഞ്ഞിട്ട് മാറ്റി പറഞ്ഞിട്ടല്ലോ ഒരൊറ്റ. പാലെടുക്കാൻ പോയതാ. ഒരു കവറുണ്ടായിരുന്നു, ഭാഗ്യം. അല്ല ഇതിപ്പോ എന്തിനാ? അല്ല പാല് കാച്ചണ്ടേ? പാല് കാച്ചിക്കൊണ്ടല്ലേ താമസം തുടങ്ങേണ്ടത്. എന്റെ കൊച്ചെ, അതിനിപ്പോ സാധനങ്ങൾ കൊണ്ടുവച്ചേ ഉള്ളൂ. പാല് കാച്ചിലൊന്നും ആയിട്ടില്ല. അതിന് വേറെ ചില ആൾക്കാരൊക്കെ ഇവിടെ വരണം. അവര് വന്നാ ചടങ്ങ് നടത്തിയാലേ നമുക്കിവിടെ അടുപ്പ് കത്തിക്കാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ ഞാൻ കൊണ്ടുപോയി ചായ ഇട്ടോണ്ട് വരാം. കുടിച്ചിട്ട് എല്ലാരും പോകാവൂ.